നിങ്ങളൊരു ഗെയിം കളിക്കുകയാണ്. ഒരു ഗെയിം ഒരു ഹാർഡ് മോഡിലിട്ടിട്ട് നിങ്ങളൊരു കണ്ണടച്ച് കളിക്കുന്ന പോലെയാണ് ശരിക്കും ഈ ഇന്റഗ്രേറ്റഡ് സ്കൂളിൽ നിങ്ങൾ പഠിക്കാന്നുള്ളത്. പക്ഷേ ഞാനത് ചെയ്തെടുത്ത് +2 കൂടെ തന്നെ MBBS നേടുക എന്നുള്ളത് വളരെയധികം സന്തോഷം നൽകിയ കാര്യമാണ്. കാരണം എല്ലാ ടീച്ചേഴ്സും അതേപോലെ തന്നെ മെൻറ്റേഴ്സും രാത്രിയോ പകലോ ഭേദമന്യേ ഒപ്പം നിന്നുകൊണ്ട് അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും നൽകി. അത് പൊളി എന്ന് പറയാൻ പറ്റില്ല, ഒരു അടിപൊളി തന്നെ. ഒരിക്കലും അവർ അധ്യാപകരായിട്ടല്ല കുട്ടിയോട് പെരുമാറി, ഒരു ഫ്രണ്ട്. അത് എങ്ങനെയാവണം, എന്ത് വീഴ്ചകൾ ഉണ്ടെങ്കിലും ആ വീഴ്ചകൾ അടുത്ത വിജയത്തിലേക്കുള്ള ഒരു ഊർജമായിട്ട് അത് കൊടുക്കാൻ കുട്ടികൾക്ക് കഴിഞ്ഞു എന്നതിൽ 100% ഡോപ്പയ്ക്ക് അഭിമാനിക്കാം. ഇന്റഗ്രേറ്റഡ് സ്കൂൾ എന്ന് പറയുന്നത് കുറച്ച് കഷ്ടപ്പാട് തന്നെയാണ്. അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ഗെയിം കളിക്കുകയാണ്. ഒരു ഗെയിം ഒരു ഹാർഡ് മോഡിലിട്ടിട്ട് നിങ്ങളൊരു കണ്ണടച്ച് കളിക്കുന്ന പോലെയാണ് ശരിക്കും ഈ ഇന്റഗ്രേറ്റഡ് സ്കൂളിൽ നിങ്ങൾ പഠിക്കാന്നുള്ളത്. പക്ഷേ ഞാനത് ചെയ്തെടുത്ത് അത് നിങ്ങൾക്കും ചെയ്തെടുക്കാൻ പറ്റും. എങ്ങനെയാ വെച്ചാൽ നിങ്ങളെ മാക്സിമം ഹാർഡ് വർക്ക്, കുറച്ച് ലെക്ക്, പിന്നെ നമ്മളെ ഏറ്റവും അടുത്തുള്ള ആൾക്കാരുടെ പ്രേയേഴ്സും ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഇത് നേടിയെടുക്കാൻ പറ്റും. കുറെ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈക്ക് അതർ ഓപ്ഷൻസ് നോക്കിക്കൂടെ, എന്തുകൊണ്ട് ഡോപ്പ ചൂസ് ചെയ്യണമെന്നുണ്ടല്ലേ. പക്ഷെ എനിക്കെന്തോ ഞാൻ എന്തുകൊണ്ടോ ഡോപ്പ ചൂസ് ചെയ്തത്, അത് എന്തുകൊണ്ടെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. പക്ഷെ അത് ചൂസ് ചെയ്തത് ഒരു ഭയങ്കര അടിപൊളി ഞാനെടുത്തൊരു തീരുമാനമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഫസ്റ്റ് ഇയർ MBBS സ്റ്റുഡൻ്റ് ആയി നിൽക്കുകയാണ്. അതിൻ്റെ ഒരു ഫീലിംഗ് അത് വേറെ തന്നെയാണ്. അപ്പോൾ ഐ ക്യാൻ ലൈക്ക് അത്